വെൽക്കം ടു അബീക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഓണസദ്യ കെങ്കേമം, പക്ഷെ കഴിക്കുന്ന കലോറിയും ഒന്നറിഞ്ഞിരിക്കാം. ഓണം കഴിഞ്ഞു, ഓണസദ്യയും കഴിഞ്ഞു. എന്നാൽ ഓണസദ്യ ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും അതിലെ കലോറി അത്ര നന്നല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഡയറ്റും മറ്റും നോക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് സദ്യയുടെ കലോറിയെ കുറിച്ച് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഓണം കഴിഞ്ഞാലും സദ്യ ഫ്രിഡ്ജിൽ കയറ്റുന്ന ഒരു ശീലം നമ്മൾ മലയാളികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന കാര്യത്തിൽ ഈ സമയം പലരും ആരോഗ്യം നോക്കണം എന്നില്ല. ഇത്തരം കാര്യങ്ങളെ നിസ്സാരമായിട്ട് വിടുന്നവർക്ക് ചെറിയ ചില മുന്നറിയിപ്പുകൾ ഉള്ളത് നല്ലതാണ്. എന്നാൽ അല്പം ശ്രദ്ധിച്ചാൽ എത്രയൊക്കെ കലോറി എങ്ങനെയെല്ലാം സദ്യയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ അറിയാൻ പോകാം വീഡിയോയിലേക്ക്. ചോറും സാമ്പാറും. ഓണസദ്യയിൽ പ്രധാന വിഭവമാണ് ചോറും അതിനോട് ചേർന്ന് വിളമ്പുന്ന സാമ്പാറും. കാരണം ഇത് രണ്ടുമില്ലാതെ ഒരു സദ്യ പൂർത്തിയാവില്ല എന്നതാണ് സത്യം. എന്നാൽ ഒരു തവണ മുതിർന്ന ഒരു വ്യക്തിക്ക് വിളമ്പുന്ന ചോറിൽ ഏകദേശം 200 കലോറി അടങ്ങിയിട്ടുണ്ട്. സാമ്പാറിലാകട്ടെ പരിപ്പും പച്ചക്കറികളും എല്ലാം കൂടെ കൂട്ടി 150 കലോറി അടങ്ങിയിട്ടുണ്ട്. അവിയലും തോരനും. ആരോഗ്യകരമായ ഒരു വിഭവമാണ് അവിയൽ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ പച്ചക്കറികളും തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തുണ്ടാക്കുന്ന അവിയലിൽ ഏകദേശം 180 കലോറി അടങ്ങിയിട്ടുണ്ട്. തോരനിലാകട്ടെ തേങ്ങ കൂടി ചേർക്കുന്നത് വഴി ഇത് 120 കലോറിയായി മാറുന്നു. കൂട്ടുകറിയും ഓലനും. പച്ചക്കറികളും ചെറുപയറും കലർന്ന കൂട്ടുകറിയിൽ 250 കലോറിയാണ് അടങ്ങിയിട്ടുള്ളത്. പയറിനു പകരം പലരും കടലയും തേങ്ങയും ചേനയും എല്ലാം മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. ചേമ്പും കായും തേങ്ങാപ്പാലും ചേർത്തുണ്ടാക്കുന്ന ഓലനിൽ ഏകദേശം 100 കലോറി അടങ്ങിയിട്ടുണ്ട്. ഇതിലും കലോറിയുടെ അളവ് അത്ര കുറവല്ല എന്നതാണ് സത്യം. പച്ചടിയും കിച്ചടിയും. പഴങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ, തൈര് എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന മധുരവും പുളിയും മിക്സ് ചെയ്ത വിഭവമായ പച്ചടിയിൽ ഏകദേശം 90 കലോറി അടങ്ങിയിട്ടുണ്ട്. പച്ചടിയോട് സാമ്യമുള്ളതും എന്നാൽ എരിവുള്ളതുമായ കിച്ചടിയിൽ ഏകദേശം 80 കലോറി അടങ്ങിയിട്ടുണ്ട് എന്നതും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എരിശ്ശേരിയും പുളിശ്ശേരിയും. അരച്ച തേങ്ങ ചേർത്ത് പാകം ചെയ്ത മത്തങ്ങയും ബീൻസും ഉപയോഗിച്ചുണ്ടാക്കുന്ന എരിശ്ശേരിയിൽ ഒരു പ്രാവശ്യം വിളമ്പുമ്പോൾ തന്നെ ഏകദേശം 200 കലോറി അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പച്ചക്കറികളോ പഴങ്ങളോ അടങ്ങിയ തൈര് ചേർത്ത് തയ്യാറാക്കുന്ന പുളിശ്ശേരിയിൽ ഏകദേശം 100 കലോറി അടങ്ങിയിട്ടുണ്ട് എന്നതും ഓർമ്മയിൽ വെക്കണം. പപ്പടവും അച്ചാറും. പപ്പടമില്ലാതെ സദ്യ പൂർത്തിയാവില്ല. അതുകൊണ്ട് തന്നെ പപ്പടം എല്ലാവരും ഒഴിവാക്കാതെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ പപ്പടത്തിൽ 40 കലോറി വീതം അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. അച്ചാറിൽ കലോറി കുറവാണെങ്കിലും സോഡിയം കൂടുതലാണ്. ഇത് രക്തസമ്മർദ്ദം പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നത് കഴിക്കും മുമ്പ് ഓർക്കണം. പായസം. പായസമില്ലാതെ ഒരു ഓണസദ്യയും പൂർത്തിയാകില്ല. അതുകൊണ്ട് തന്നെ ഓണസദ്യയിൽ തയ്യാറാക്കുന്ന ഏത് പായസമാണെങ്കിലും അതിന്റെ ചേരുവകൾ അനുസരിച്ച് 300 മുതൽ 400 കലോറി വരെയാകാം. അതുകൊണ്ട് തന്നെ ഓണസദ്യ കഴിക്കുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഉപ്പേരി ഇല്ലാതെ എന്തോണം. 4 എണ്ണം കഴിച്ചാൽ അതിൽ 60 കലോറിയാണ് അടങ്ങിയിരിക്കുന്നത്. ശർക്കര വരട്ടി. അതും 4 എണ്ണം കഴിച്ചാൽ 120 കലോറി അടങ്ങിയിട്ടുണ്ട്. ഓണം എന്നാൽ മലയാളികൾക്ക് വിഭവസമൃദ്ധമായ സദ്യ കൂടിയാണ്. തൂഷനിലയിൽ വിളമ്പുന്ന വിഭവസമൃദ്ധമായ സദ്യ കൂടി ചേർന്നാലേ ഓണം പൂർണ്ണമാകൂ. സാധൂർന്ന 1 ഡസനിലേറെ വിഭവങ്ങളും പപ്പടവും വിവിധതരം പായസങ്ങളും ശർക്കര വരട്ടിയും കായ വരട്ടിയും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഗംഭീര സദ്യ കൂടിയാവുമ്പോൾ ഓണാഘോഷങ്ങൾ പൂർണ്ണതയിൽ എത്തുന്നു. സാമ്പാർ, അവിയൽ, രസം, ഓലൻ, ഉപ്പേരി, പഴം, പപ്പടം, പായസം എന്നിങ്ങനെ 12ലധികം വിഭവങ്ങൾ ചേർന്നതാണ് ഓണസദ്യ. പരമ്പരാഗത ഓണസദ്യയിൽ 26ലധികം വിഭവങ്ങൾ ഉണ്ടാകും. 6 രസങ്ങൾ ചേർന്നതാണ് ആയുർവേദം അനുസരിച്ചുള്ള പരമ്പരാഗത സദ്യ. എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്, ചവർപ്പ് എന്നീ രസങ്ങളാണ് ആയുർവേദ വിധിപ്രകാരമുള്ള സദ്യയിൽ വേണ്ടത്. വളരെ പോഷക സമൃദ്ധമായ ഒന്നാണ് ഓണസദ്യ. വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ വഴി ശരീരത്തിലെത്തുന്നത് ഏതാണ്ട് 2115ലധികം കിലോ കലോറിയാണ്. അതുകൊണ്ട് തന്നെ ഓണസദ്യ കഴിക്കും മുമ്പ് ഓരോ വിഭവങ്ങളിലും അടങ്ങിയിരിക്കുന്ന കലോറിയുടെ അളവ് കൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.